ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു 6 മണിക്കൂർ ഇതൊന്ന് അടച്ച് വെച്ച് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വേറൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് ഇനി വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു 6 മണിക്കൂർ ഒന്ന് കുതിർത്താനായിട്ട് അത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഉഴുന്നിൻ്റെ വെള്ളമൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. ആദ്യം നമുക്ക് ഉഴുന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ അരിയും കൂടെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതിലും ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അരിയും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉഴുന്ന് അരച്ചിട്ടുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ടിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. മാവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവശ്യമുള്ളത് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി കുറച്ചൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇഡ്ഡലിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൽ നന്നായിട്ട് ഇനി ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഈ തട്ടിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തട്ടിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്